വെറ്റിവേൽ മുരുകനുക്ക്. നിങ്ങളെവിടെ ഇരിക്കണമെന്നറിയോ? ദേവന്മാരുടെ സേനാധിപതി, ലോകത്തിലെ ആദ്യത്തെ പടത്തലവൻ, വീരബാഹു അടക്കമുള്ള നവവീരന്മാരുടെ ദളപതി, അദ്ദേഹത്തിന്റെ മണ്ണിലായിരിക്കണം. ഗർജനം വേണം. വെറ്റിവേൽ മുരുകനുക്ക്, ഞാനുവേൽ മുരുകനുക്ക്, ഞാൻ തണ്ടാന്ന് പാടിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പൈനാടവ. ഒരുപാട് സന്തോഷം ഇവിടെ വലിയപാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഭഗവാനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ശരത്താണ് എന്നെ വിളിക്കുന്നത് ഈ പരിപാടിക്ക് വരാൻ പറ്റുമെന്ന്. തീർച്ചയായും ഞാൻ വരാം എന്ന് പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇനി 11 ദിവസം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ പോവുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളും നിസ്സാരക്കാരനല്ല, നമ്മുടെ പ്രിയ സുഹൃത്ത് ശരത്താണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അറിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് വളരെ സംശയത്തോടു കൂടിയാണ് നിൽക്കണേ. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ 81,000 ശ്ലോകങ്ങളുണ്ട് സ്കന്ദപുരാണത്തിൽ നിന്ന്. ഒരു ശ്ലോകം പോലും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് മുരുക എന്ന് വിളിക്കാൻ മാത്രമാണ്. അദ്ദേഹത്തിന് പണിക്കാരൻ മാത്രമാണ് ഞാൻ. നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പോയി ചെയ്യുക, നീ വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പോയി ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ആജ്ഞ ശിരസ വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദൂതൻ, തൊണ്ടൻ എന്നൊക്കെ തമിഴിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുരുകയുഗത്തിന് വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ടും നമ്മുടെ ഈ ഭാരതത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി ആയതുകൊണ്ടും എൻ്റെ ഭാഗ്യം, ആ ഭാഗ്യത്തിൽ നിന്നുകൊണ്ട് എല്ലന്മാർക്ക് എന്നുള്ള പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മുരുകയുഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായ ശക്തികൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ സ്നേഹവും എനിക്കും എല്ലന്മാർക്കൊക്കെ ലഭിച്ചത്. അത് ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിരിക്കുന്ന കാലഘട്ടം വളരെ പ്രസക്തമാണ്. അതൊരു മുരുകയുഗത്തിലാണ്. ഞാൻ 2014 മുരുകയുഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അറിയാം, എത്രയോ ജനങ്ങൾ, എത്രയോ TV ചാനലുകളിൽ, എത്രയോ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുരുകയുഗത്തെക്കുറിച്ച്, മുരുകവാൻ്റെ കഥകളെക്കുറിച്ച് സംസാരിക്കുന്ന അനവധി പേരെ കാണാൻ പറ്റും. കാരണം അതിൻ്റെ എനർജി, അതിൻ്റെ ശക്തി ഓരോരുത്തരും അനുഭവിച്ചു തുടങ്ങി. ഭഗവാന്റെ എനർജി അതിൻ്റെ ഏറ്റവും അനുഗ്രഹവശത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, എല്ലന്മാർക്ക് മുരുകയുഗം സമയത്ത് ഒരു അന്താരാഷ്ട്ര മുരുക സമ്മേളനം നടത്തുന്നു 4 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയപ്പോൾ. ഇപ്പോഴും എല്ലന്മാർക്ക് ആ സമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷെ 2 സമ്മേളനം ഓൾ വേൾഡ് മുരുക കോൺഫറൻസ് തമിഴ്നാട്ടിൽ നടന്നു. ഒന്ന് തമിഴ്നാട് ഗവൺമെൻറ്, DMK ഗവൺമെൻറ് നേരിട്ട് നടത്തി. 2 ഹിന്ദു ഐക്യവേദി നടത്തും. ഇപ്പോൾ ഈ ജനുവരിയിൽ ഹിന്ദു പരിഷത്ത് സംഘടന തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അവരുപയോഗിച്ച വാക്ക് മുരുകയുഗം എന്നാണ്. എന്നെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മുരുകവാനെയും മുരുകവാൻ്റെ എനർജിയും നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് ഭഗവാന്റെ പടയാളികളായി, ഭഗവാന്റെ ഭക്തരായിട്ട് നമ്മൾ ഇത്തരം സംരംഭങ്ങളിലൂടെ, ഇത്തരം കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്. അത് കുമാരികാണ്ഡത്തിൻ്റെ ചരിത്രമാണ്. ഭഗവാന്റെ സ്ഥലം, ആ വലിയ സാമ്രാജ്യത്തിൽ വയ്യാപുരി എന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ലോകം ഭരിച്ച അറുപട വീടും ലോകത്തിൻ്റെ പല ഭാഗത്ത്, അറുപട വീട് 6 ആർമി ക്യാമ്പാണ്. ആർമി ക്യാമ്പിലും കണക്ട് ചെയ്തുകൊണ്ട് ലോകം ഭരിച്ച മുരുകഭഗവാനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ലോകത്തിന് കൊടുത്ത ഭാഷയായ തമിഴ്, അത് ലോകത്തെ ഏറ്റവും പഴയ ഭാഷയാണ്. ഇപ്പോഴും ലോകത്തെ ആരോട് പോയി ചോദിച്ചാലും തമിഴാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഷ. കാരണം അത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ടാണ് തമിഴ് കടവുൾ എന്ന് മുരുകവാനെ പറയണത്. അതിന്ന് ആരംഭിച്ച ആ എനർജി കുമാരികാണ്ഡത്തിന് ആരംഭിച്ച് ലോകം മുഴുവൻ ഭരിച്ചു. കുമാരികാണ്ഡം അതിന് കടലിനടയിലേക്ക് പോയപ്പോൾ 6 പട വീട് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ച് അതിൻ്റെ ഓർമ്മകൾക്കായിട്ട് കൊണ്ടുവച്ച് പഴനിക്ക് വയ്യാപുരി എന്ന് പേരിട്ട ഒരു കാലത്ത് നിന്ന്
ഭോഗർനാഥർ സിദ്ധരുടെ കാലത്തെത്തുമ്പോൾ അതിൻ്റെ അടുത്ത ഷിഫ്റ്റിംഗ് ആരംഭിക്കുകയാണ്. ഭോഗർനാഥർ സിദ്ധർ എന്ന മഹാഗുരു അദ്ദേഹം കലിയുഗം ആരംഭിക്കുമ്പോൾ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി എല്ലാ സിദ്ധന്മാരുടെയും. മുരുകവാൻ്റെ അനുഗ്രഹം എങ്ങനെ ജനങ്ങൾക്ക് കിട്ടണം എന്ന്. അങ്ങനെ ആ കോൺഫറൻസിലെടുത്ത തീരുമാനമാണ് നവപാഷാണത്തിൻ്റെ ഒരു വിഗ്രഹം പഴനിമലയിൽ വയ്ക്കാം. ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ ലോകം മുഴുവൻ കിട്ടട്ടെ. അതെങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു? ചൈനയിലേക്കും ഒരുപാട് സഞ്ചരിച്ച് അവിടുത്തെ കെമിക്കൽസൊക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധർ അവിടെ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരു കാലിംഗനാഥർ സിദ്ധൻ ചൈനയിൽ പോയിട്ട് സമാധിയായത്. അപ്പോൾ ആ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നവപാഷാണ വിഗ്രഹം വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു മുരുകയുഗം വരാമുണ്ട്. അപ്പോൾ രണ്ടാമതൊരു വിഗ്രഹം അദ്ദേഹത്തിന് സമാധിയിൽ വെച്ചു. ആ വിഗ്രഹത്തിൻ്റെ എനർജിയാണ് ഈ മുരുകയുഗത്തിൽ ഈ പുറത്ത് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പഴനിയിലെത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ സുഹൃത്ത് ശരത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ കാവടിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ടാവുമല്ലേ, ഇടുംബരുടെ കഥകൾ നമ്മളതിലൂടെ സഞ്ചരിക്കണം. ആ എങ്ങനെയാണ് ഇടുംബരാണ് മുരുകൻ്റെ ആദ്യത്തെ ഭക്തൻ. നിങ്ങൾ എത്ര ഭക്തനായാലും 2ാം സ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ ഇടുംബരുടെ കഥകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഭോഗർനാഥരുടെ കഥകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. സിദ്ധന്മാരാരായിരുന്നു, അവരെന്താണ് ഈ ലോകത്തിന് നൽകാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ പഠിക്കണം. കാരണം ഈ പഠിപ്പുകളെല്ലാം, ഈ ചരിത്രത്തിലൂടെയുള്ള ഈ യാത്രകളെല്ലാം നമുക്കറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിയിലേക്ക് മുരുകവാൻ ഒരുക്കി വെച്ച കളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സത്യങ്ങളാണ് ഈ കഥകളെല്ലാം, ഈ ചരിത്ര സംഭവങ്ങളെല്ലാം, ആ എനർജിയെല്ലാം. അത് നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് അവരെ മുരുകയുഗത്തിന് പ്രാപ്തരാക്കുന്ന, ഭാരതത്തിന് വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു സംഘമായി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലുണ്ട്. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് മാറ്റപ്പെടുന്ന സത്യമാണത്. ആ സത്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുരുകയുഗം 2014 ആരംഭിച്ച് 2020 ഭൂമിയിൽ ഫിസിക്കൽ എർത്തിൽ ആരംഭിച്ച ആ മഹായുഗത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത കുറേ പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികളാണ് ഭഗവാൻ ഡിസൈൻ ചെയ്ത് ഭാരതത്തിന് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങൾ. ഞാൻ ആ കഥകളിലേക്ക്, ബാക്കിയുള്ള കഥകളിലേക്ക് പോകാത്തത് നിങ്ങൾക്ക് വിശദമായി അത് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഈ ഭാരതമായിട്ട് മുരുകയുഗം എങ്ങനെ ബന്ധപ്പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിനെ ഇങ്ങനെ ബാധിക്കാൻ പോവുകയാണ്. പഴനിയിലിരുന്ന് പഴനിയാണ്ടവൻ ചരിത്രം എങ്ങനെ പുനർനിർമ്മിക്കണു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കണതിന് നിങ്ങൾ ഏറ്റവും അറിയേണ്ട കാര്യം, ഭാരതം ലോകഗുരുവിലേക്ക് യാത്ര തുടങ്ങി. ആ ലോകഗുരുവിലേക്ക് യാത്ര തുടങ്ങുന്ന ദൗത്യങ്ങളാണ് എല്ലന്മാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറന്നുപോയ ആറുപടമേട്, ഓസ്ട്രേലിയ റീയൂണിയനിൽ ഉജ്ജയിൻ, ഇപ്പം ഞാൻ അടുത്ത് തായ്വാനിലേക്ക് പോയി. തായ്വാനിൽ പോയപ്പോൾ അതാണ് 4ാമത്തെ അറുപടവീട് ഭഗവാൻ പറഞ്ഞത്. 2 പടവീടും കൂടിയുണ്ട്. ഇത് ലോകം മുഴുവൻ നോക്കൂ, നിങ്ങൾ എത്ര സ്ഥലങ്ങളിലായിട്ട് മാറിക്കിടക്കണേന്ന്. ഇതെല്ലാം കൂട്ടിയോജിച്ച് വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിൽ ചരിത്രം തന്നെ കടപുഴകും. പുതിയ ചരിത്രം എഴുതപ്പെടും. ആ ചരിത്രം എഴുതുന്ന ആളുടെ പേരാണ് മുരുകൻ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു ശ്ലോകം പോലും ചെല്ലാൻ അറിയില്ല. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കാനും എല്ലന്മാർക്കടെ ക്യാപ്റ്റനായിട്ട് നിങ്ങളോട് സംസാരിക്കാനും ലോകത്തുള്ള മുരുകഭക്തരുടെ സ്നേഹം എനിക്ക് ലഭിക്കാനും ഈ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട്, മുരുകന്റെ പടയാളിയായിട്ട്, ക്യാപ്റ്റനായിട്ട് എനിക്ക് നിൽക്കാനും സാധിച്ചതിൽ ഒരേ ഒരു കാരണം കൊണ്ടാണ്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് 12 കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ട ആളുടെ മുരുകൻ എന്നായതുകൊണ്ടാണ്. ആ ശക്തിയാണ് എന്നിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുരുകയുഗത്തിൻ്റെ കാര്യങ്ങൾ സന്ദർശിച്ച് പോകുമ്പോൾ കുമാരികാണ്ഡത്തു നിന്ന് വിട്ടുപോയ കുറേ ആൾക്കാരുണ്ട്. അവരും തിരിച്ചു വരേണ്ട ഒരു സമയമാണ്. ഉദാഹരണത്തിന് യശീദുകൾ.
കഴിഞ്ഞ ഞാൻ 2 ആഴ്ച മുമ്പ് അർമേനിയയിലേക്കൊരു യാത്ര ചെയ്തു. യസീദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഇറാഖ് കുർദിഷ് മേഖലയാണ്. നിങ്ങൾ ആലോചിക്കുക, സ്ഥലം ഇറാഖ് കുർദിഷ് മേഖല. അവിടെ അവർക്കൊരു അമ്പലമുണ്ട്. അതാണ് അവരെ ലാലിഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ വലിയൊരു അമ്പലം. ആ അമ്പലത്തിൽ അവരൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മയിലിൻ്റെ മേലെ നിൽക്കുന്ന മാലാഖയാണ്. ഇവിടുന്ന് കുമാരികാലത്ത് നിന്ന് കണക്ട് ചെയ്ത് പോയി കാലങ്ങളായിട്ട് അവരൊരു പുതിയ രീതിയിൽ മതരൂപപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്നൊരു പ്രസ്ഥാനം. അവിടേക്ക് എൻ്റെ ഭഗവാന്റെ ഡയറക്ഷനിലെ യാത്ര 2 കാര്യത്തിനായിരുന്നു. ഒന്ന്, നമ്മുടെ മയിലുമേ ഇരിക്കുന്ന മുരുകഭവൻ അവർക്ക് കൊടുക്കണം. 2, അടുത്ത വല്ലമാർക്ക് നടത്തുന്ന അഗ്നിയാഗത്തിൽ അവരെ ക്ഷണിക്കണം. ഞാൻ അവിടേക്ക് യാത്ര ചെയ്യണ സമയത്ത് ഇറാഖാണ് ആദ്യത്തെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അറിയാം അവിടെ സേഫല്ല, കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അർമേനിയയിലേക്കൊരു യാത്ര മാറ്റി വെച്ചു. അർമേനിയാണ് അവരുടെ 2ാമത്തെ വലിയ അമ്പലം. ആ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എനിക്കറിയില്ല ഈ ഫോട്ടോ ആരെങ്കിലും കൊടുക്കണം, അതെന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ അവിടേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഷഷ്ടി ദിവസം എത്തിച്ചേരാം. ഷഷ്ടി ദിവസം അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് ആ ഫോട്ടോ കൊടുക്കാം എന്ന് ചെന്ന് ഞാൻ ആ ഷഷ്ടി ദിവസം 27-ാം തീയതി അവിടെ എത്തിപ്പെട്ടു. ആ അമ്പലത്തിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അടുത്ത ദിവസം ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാദിനം, നമ്മുടെ വാക്കിൽ പ്രതിഷ്ഠാദിനം, അവർ ബിൽഡിങ് ചെയ്തതെന്ന് പറയുന്നു. പ്രതിഷ്ഠാദിനത്തിന് അത് ലോകത്തുള്ള എല്ലാ യസീദുകളും അവിടെ ചെല്ലും. ഇറാഖിലത്തെ മെയിൻ പുരോഹിതനും അവിടെ വരും. അതായത് ഭഗവാൻ നീ എവിടേക്കും പോകണ്ട, നീ ഇവിടേക്ക് വന്നാൽ മതി, ലോകം മുഴുവനുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഞാൻ അവരെ കണ്ടു. നമ്മുടെ ഫോട്ടോ കൊടുത്തു. വല്ലാത്തൊരു എന്താ പറയുക, എത്രയോ നൂറ്റാണ്ടുകളിൽ നിന്ന് അവരെ തേടി വന്ന ഒരു എനർജി അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ ആ ഫോട്ടോയിൽ ഉമ്മ വെച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച് അവരത് ഇറാഖിലേക്ക് കൊണ്ടുപോയി. ഇറാഖിലെ അമ്പലത്തിൽ ഇപ്പോൾ നമ്മുടെ മുരുകൻ്റെ ഫോട്ടോ എത്തി. ഇതൊരു ഡിസൈൻ ചെയ്തൊരു കാര്യമുണ്ട്. ഭഗവാൻ എങ്ങനെ നൂൽ നെയ്തെടുത്ത് കൊണ്ടുവന്ന് ഒരു ചരിത്രത്തിൻ്റെ പടം വരയ്ക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ 2-3 കാര്യം ചെയ്ത്. നമുക്കറിയാം കഴിഞ്ഞ മെയ് 1 എന്നെ ഫോളോ ചെയ്യണമെന്നവർക്കറിയാം. നമ്മൾ പഴനിയിലൊരു യാഗം നടത്തി, അഗ്നിഹോമം. അത് മാർച്ചിലാണ് അഗ്നിഹോമം നമ്മൾ നടത്തണത്, ഡിക്ലെയർ ചെയ്യണത്. അന്ന് മുരുകൻ പറഞ്ഞു 3 പേർക്ക് വേണ്ടി നിങ്ങൾ ഈ ഹോമം നടത്തണം. 1, മുരുകസേനയ്ക്ക് വേണ്ടി, വീരബാഹു അടക്കമുള്ള നവവീരരടക്കമുള്ള മുരുകസേനയ്ക്ക് വേണ്ടി ഹോമം നടത്തണം. 2, സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ആ ഹോമം നടത്തണം. 3, ചാണക്യന് വേണ്ടി ഹോമം നടത്തണം. ഇത് മാർച്ചിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ്. അന്ന് പഹൽഗാമില്ല, കാശ്മീരില്ല, ഒന്നുമില്ല. പക്ഷെ മെയ് 1 നമ്മളെ പഴനിയിലെ ഹോമം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് പാകിസ്ഥാനെ അടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ എത്ര മുമ്പ് അത് കണ്ടെത്തി. മുരുകസേനയുടെ എനർജി പിന്നത്തെ ദിവസങ്ങളിൽ ഭാരതം നടത്താൻ പോകുന്ന യുദ്ധത്തിൽ ഭാരതീയ സൈനികർക്ക് പോയി ടച്ച് ചെയ്യണം, ആ എനർജി കിട്ടണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ കറക്റ്റായിട്ട് ആ ദിവസം തീരുമാനിച്ചത്. നമ്മൾ ആ ഹോമം നടത്തണു, 4 ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം നടക്കണു, 3-ാമത്തെ ദിവസം യുദ്ധം അവസാനിക്കണു. പാകിസ്ഥാൻ തവിട് പോടാക്കി. അമേരിക്ക വെച്ച ആണുവായുധം വെച്ച കിരാന ഹില്ലിൽ വല്ല ബ്രഹ്മോസ് വർഷിച്ചു. എത്ര കറക്റ്റായിട്ടാണ് ഭഗവാൻ അത് നൂൽക്കുന്നത് കണ്ടറിയാം. ഡോളറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 2020 നമ്മളൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കണു സ്വിറ്റ്സർലൻഡിൽ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ ബ്രിക്സ് കറൻസിനെ കുറിച്ച് സംസാരിച്ചു, ഡോളറിനെ തകർക്കണം എന്നുള്ളതിൽ. 2021 ആരും ലോക ചരിത്രം, ജിയോ പൊളിറ്റിക്സ് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഭഗവാൻ പറഞ്ഞത്. യിങ്യാങ് നടത്തണം, പുതിയ ലോകക്രമം ഉയർന്നു വരണം, ഇന്ത്യ, ചൈന, റഷ്യ. ഒരാൾ പോലും അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ലോകക്രമം വരുന്നുള്ളത്. പക്ഷെ വന്നു ഈ അടുത്ത് ഇന്ത്യ, ചൈന, റഷ്യ എന്ന പുതിയ ലോകക്രമം. ചരിത്രം എങ്ങനെ ഭഗവാൻ തീരുമാനിച്ച് പുതിയ രീതിയിൽ നെയ്തെടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയണത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെ അപകടമായ സ്ഥിതിയിലാണ്. അടുത്ത മെയ് 1 വരെ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ എല്ലാ പല്ലും നഖവും ശ്രമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ വധിക്കാൻ വരെയുള്ള ന്യൂസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ രക്ഷാസേന അത് നിർവീര്യമാക്കി എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനൊരു ശ്രമം വരും അടുത്ത മെയ് 1 വരെ.
കലാപമുണ്ടാക്കാനുള്ള ശ്രമം വരും, നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാനുള്ള ശ്രമം വരും, സാമ്പത്തികമായിട്ട് തകർക്കാൻ ശ്രമം വരും. അത്ര എല്ലാ ശ്രമങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മൾ കരുതിയിരിക്കണം. പക്ഷേ ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ പെടുന്ന നമ്മൾക്ക് ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഭാരതത്തിലെ ദേവസേനാപതിയായ മുരുകൻ പൊതിഞ്ഞ് കവചമൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവചം തകർത്തിട്ട് ഒരാൾക്കും ഭാരതത്തിന് ഒന്നും തൊടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത മെയ് 1 വരെ, അത് മെയ് 1 നടക്കുന്ന അഗ്നിയാഹം വരെ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ, ഭഗവാനെ പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞ് ഭാരതം ലോകം ഭരിക്കും. ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വബോധത്തോടുകൂടി നമ്മൾ ഭഗവാന്റെ പടയാളികളായി അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് മുന്നേറാൻ ഇത്തരം സ്കന്ദപുരാണ മഹായജ്ഞങ്ങൾ വളരെ വളരെ സഹായകമാണ്. അപ്പോൾ ഭഗവാന്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ സ്കന്ദമഹായജ്ഞം നടക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരോ ആരും തീരുമാനിച്ചതല്ല. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹ വർഷം എത്തിച്ചേരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ശരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികൾക്ക്, കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ സ്നേഹിക്കുന്ന, എല്ലാമാർക്കെ സ്നേഹിക്കുന്ന നിങ്ങളോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വെട്ടിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധ വാണിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പൈനാടവ.